എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചെറുപയർ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സുഗിയൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സാധാരണ ഈ ഒരു സുഗിയൻ റെസിപ്പിയിൽ നിന്നും ഇച്ചിരി ഒന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ഒരു സുഗിയൻ റെസിപ്പി ചെയ്തെടുക്കുന്നത്. അപ്പോൾ മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കും കേട്ടോ. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യേണ്ട കാര്യം പ്രത്യേകം പറയുന്നില്ല, എല്ലാവരും ലൈക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു സുഗിയൻ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നത് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതുപോലുള്ളൊരു പാത്രത്തിൽ കറക്റ്റ് ഒരു 1/4 കപ്പോളം വരുന്ന മൈദ നമുക്കിതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ളൊരു കപ്പില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഏതെങ്കിലും ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതി. അപ്പോൾ എന്തായാലും 250 ml കപ്പിൽ കറക്റ്റ് 1/4 കപ്പോളം വരുന്ന മൈദ ഞാൻ ഇതുപോലുള്ളൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ റൈസ് ഫ്ലോർ, അതായത് അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ പുട്ടിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു പൊടി തന്നെയായിരിക്കണം, ഇച്ചിരി തരികളോട് കൂടിയിട്ടുള്ള പൊടി കേട്ടോ. അതപ്പോൾ കറക്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്കിതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു മാവിൻ്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടുതൽ മധുരം ഈ ഒരു സമയത്ത് നമ്മൾ ഈ മാവിലോട്ട് ഇടേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് ശർക്കര വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഒരു മാവിൻ്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര. പിന്നെ നമ്മുടെ ഈ ഒരു മാവിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമുക്കിതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടാൻ ഇഷ്ടമില്ലാത്തവർ അതിന് പകരമായിട്ട് ഫുഡ് കളറും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ മാവ് നന്നായിട്ട് ഫെർമെൻ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റും കൂടി നമുക്കിതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊക്കെയാണ് സുഗിയൻ നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ ചെയ്തെടുക്കുന്ന ഈ ഒരു സുഗിയൻ റെസിപ്പിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരേക്കും ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഇതുപോലെ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതെല്ലാം കൂടി ഇതുപോലുള്ളൊരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്തുള്ള ഒരു ഈസ്റ്റൊക്കെ ഈ ഒരു മൈദയുടെ എല്ലാ ഭാഗത്തും അങ്ങോട്ട് എത്തിക്കോട്ടെ. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് പറയുന്നില്ല, ആദ്യം ഒരുപാട് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കുക, ഈ ഒരു ബാറ്റർ എന്ന് പറയുന്നത് ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. കറക്റ്റായിട്ട് കോട്ടായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കട്ടിയോട് കൂടിയിട്ടുള്ള മാവാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് ഇച്ചിരി കട്ടിയോട് കൂടി തന്നെ മാവ് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സുഗിയനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാവ് ഇത് കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കുക, ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. കറക്റ്റ് ഇത് ഈ ഒരു പരുവം കേട്ടോ. ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ്, നമുക്കിത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഇത് വീണ്ടും എടുത്ത് പറയുന്നത്. കറക്റ്റ് ഇത് ഈ ഒരു പരുവം. ഇനി നമുക്ക് ഈ ഒരു മാവ് അടച്ച് വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ട് കൊടുത്ത കാരണം ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഫെർമെൻ്റായിട്ട് വരും. അപ്പോൾ ഇത് കറക്റ്റ് ഒരു 4 മണിക്കൂർ അടച്ച് വെച്ചിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഇത് 1 കപ്പോളം വരുന്ന ചെറുപയർ ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു സുഗിയന് അറിയാമല്ലോ, മെയിനായിട്ട് വേണ്ടത് ചെറുപയറാണ്. ഇനി ഈ ഒരു ചെറുപയർ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് ആ ഒരു ക്ലീൻ ആക്കിയിട്ടുള്ള ചെറുപയർ ഇതുപോലുള്ളൊരു കുക്കറിലോട്ട് നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് ചേർത്താൽ മതി കേട്ടോ. സാധാരണ നമ്മൾ കറിക്കൊക്കെ ഒഴിക്കുന്ന പോലെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. നമുക്ക് ആ ഒരു കറക്റ്റ് പരുവത്തിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറുപയർ ഓരോ വെള്ളത്തിലൊന്ന് മുങ്ങിക്കിടക്കണം. ഒരുപാട് വെള്ളം ഉണ്ടാവാനും പാടില്ല കേട്ടോ. ഒരുപാട് വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ചെറുപയർ വേവിച്ചെടുക്കുന്ന സമയത്ത് എല്ലാം കൂടി അങ്ങോട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മൾ സുഗിയൻ കഴിക്കുന്ന സമയത്ത് ഈ ഒരു ചെറുപയർ ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടണം. ആ ഒരു കറക്റ്റ് പരുവത്തിൽ കിട്ടുമ്പോഴാണ് നമ്മുടെ സുഗിയന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കറക്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ അത്രമാത്രം മതി. ഇനി നമുക്ക് ആ ഒരു സമയം കൊണ്ട് ഈ ഒരു സുഗിയന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതുപോലുള്ളൊരു പാനിൽ ഒരു 2.5 ക്യൂബോളം വരുന്ന ശർക്കര നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഉരുകിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം മതി കേട്ടോ. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പോളം വരുന്ന വെള്ളം, സാധാരണ വെള്ളം, അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയിട്ടെടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ അങ്ങോട്ട് ഉരുക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ ആ ഒരു വെള്ളത്തിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കാം.
ആ ഒരു ശർക്കര അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം അതേ ഒരു പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സുഗിയൻ്റെ ഫില്ലിങ്സിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ചൂടായി കിടക്കുന്ന ഈ ഒരു നെയ്യിലോട്ട് ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയെടുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ ചേർത്തെടുക്കുന്നത് നമ്മുടെ സുഗിയന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഈ ഒരു തേങ്ങ നമ്മുടെ നെയ്യിൽ കിടന്നിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് റോസ്റ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു നെയ്യുടെ ഫ്ലേവർ നമ്മുടെ തേങ്ങയിലൊന്ന് പിടിക്കണം. ആ ഒരു രീതിയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് ഈ ഒരു തേങ്ങയിലോട്ട് നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനി കംപ്ലീറ്റ് ആയിട്ട് നമുക്കിതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ശർക്കര പാനിയിൽ കിടന്നിട്ട് നമ്മുടെ തേങ്ങ ചെറുതായിട്ടൊന്ന് വറ്റി വരണം. അപ്പോഴായിരിക്കും നമ്മുടെ ആ ഒരു ഫില്ലിങ്സിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഒരു ശർക്കര പാനി തേങ്ങയിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഒരു ഫില്ലിങ്സിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ഈ ഒരു സമയത്തിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ഇത് ഈ ഒരു പരുവത്തിലെത്തുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചെറുപയർ നമുക്കിതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് ഇത് ചെറുപയറിൻ്റെ വേവിച്ചെടുത്തിട്ടുള്ള പരുവെന്ന് പറയുന്നത് ഇതാണ്. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. അതേസമയം നമ്മൾ കൈവച്ചിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം. ആ ഒരു പരുവത്തിൽ ആക്കിയെടുക്കട്ടെ. അപ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് അങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ള ചെറുപയർ ഈ ഒരു ശർക്കര പാനിയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ആ ഒരു ശർക്കര പാനിയിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റി ആ ഒരു ചെറുപയറിൽ നന്നായിട്ട് കോട്ടായിട്ട് കിട്ടണം. പിന്നെ നമ്മളിതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ചെറുപയറാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു പേസ്റ്റ് പരുവത്തിൽ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചിട്ട് ഒരുപാട് അങ്ങോട്ട് സ്പൂൺ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കരുത്. പിന്നെ അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോകും. അപ്പോൾ കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിലോട്ട് അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ക്യുമിൻ സീഡ്സ് പൗഡറാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു വെള്ളമൊക്കെ കറക്റ്റായിട്ട് വറ്റി ഈ ഒരു പരുവത്തിലെത്തുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ പതുക്കി അങ്ങ് ഓഫ് ചെയ്ത് ഇത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാം. ഈ ഒരു ചെറുപയർ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചൂട് മാറി കഴിയുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്നും കുറച്ച് പോർഷൻ എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ കൈയുടെ അടിയിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ചെറുപയറാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ ആദ്യമേ പറഞ്ഞത് നമ്മൾ ശർക്കരയിലിട്ടിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ചെറുപയറാണ്, അതായത് ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോവാത്ത ചെറുപയറാണെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ചെറിയൊരു പോർഷൻ മാത്രം ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു സമയത്ത് നന്നായിട്ട് അങ്ങോട്ട് ചെറുപയർ ഉടഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഇത് ഈ ഒരു വലുപ്പത്തിലുള്ള ചെറിയ ഉരുളകൾ നമുക്കിതെല്ലാം ചെറുപയർ അങ്ങോട്ട് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള നമ്മുടെ മാവൊക്കെ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നുമില്ല, നമ്മൾ നേരത്തെ ഉരുട്ടിയെടുത്തിട്ടുള്ള ആ ഒരു ചെറുപയർ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ ഒരു മാവിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് അത് നേരെ ഇതുപോലെ നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇടുന്ന സമയത്ത് നമ്മളത് ചൂടുള്ള എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് തീ എന്ന് പറയുന്നത് ഒരു ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് പതുക്കെ അത് തീ കുറച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സുഗിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ സുഗിയൻ ഉണ്ടാക്കുന്നതിൽ നിന്നും ഇത്തിരി ഒന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ഒരു സുഗിയൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തത് കാരണം പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ഒരു ശർക്കരയൊക്കെ കോട്ട് ചെയ്തിട്ടുള്ള ചെറുപയറൊക്കെ ഉള്ളത് കൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതുപോലെ സുഗിയൻ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക കേട്ടോ. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ ഈ ഒരു സുഗിയൻ റെസിപ്പി ഇഷ്ടമുള്ളവർ വേഗം തന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.